ചോദിച്ചു. കമ്മിങ് ടു IIT മദ്രാസ് ഹ്യൂമാനിറ്റീസ് മാസ്റ്റേഴ്സ് ആണ് ചെയ്തത്. MA ഇംഗ്ലീഷാണ് ചെയ്തത്. അവിടെ നിന്ന് എങ്ങനെയായിരുന്നു ആ സീൻ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുമോ? അച്ഛനോടും അമ്മയോടും സംസാരിക്കുന്നത് എങ്ങനെയായിരുന്നു? ഞാൻ ഈ IITയുടെ പുറകെയോ ടീച്ചിങ് പ്രൊഫഷനിലേക്കോ ഒന്നും കിടക്കാൻ പോകുന്നില്ല. ഞാൻ പോകുന്നത് കംപ്ലീറ്റ്ലി അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ്, തിയേറ്ററിലേക്കാണെന്ന്. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ IIT ചേർന്നപ്പോൾ തന്നെ ഞാൻ തിയേറ്റർ ചെയ്യാൻ തുടങ്ങി. എനിക്ക് വേറെ ഹോബീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ കോളേജ് ചേർന്നപ്പോൾ ഞാൻ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരുന്നു. എൻ്റെ ഈ ഉള്ള എനർജി എല്ലാം എവിടെ പോകും ആ ഒരു ക്വസ്റ്റ്യൻ എനിക്കുണ്ടായിരുന്നു. പിന്നെ ഒരു ജസ്റ്റ് ബൈ ചാൻസ് ഒരു ഓഡിഷൻ, ഒരു ഇന്റർ കോളേജ് കോമ്പറ്റീഷൻ അതിനുവേണ്ടി കൊടുത്തു. അങ്ങനെയാണ് എൻ്റെ ഇൻട്രസ്റ്റ് തുടങ്ങിയത് ഇതിലേക്ക്. പിന്നെ അത് വേറെ ഒരു ആക്ടിവിറ്റി എന്നെ അട്രാക്ട് ചെയ്തില്ല. അപ്പോൾ അത് തന്നെ ചെയ്തു. 3ാമത്തെ വർഷമായപ്പോൾ എനിക്ക് മനസ്സിലായി തുടങ്ങി എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ ഇഷ്ടമല്ല, ഇതൊന്ന് സീരിയസ്ലി എക്സ്പ്ലോർ ചെയ്ത് എങ്ങനെ ആയിരിക്കും എന്ന ക്വസ്റ്റ്യൻ അപ്പോഴാണ് തോന്നി തുടങ്ങിയത്. അപ്പോൾ വിചാരിച്ചു എങ്ങനെ ഇത് ഫാമിലിയോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ഈ ജസ്റ്റ് ഒന്ന് എങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റും. ഫാമിലി ഓഫ് കോഴ്സ് എല്ലാം മിഡിൽ ക്ലാസ് ഫാമിലിയിൽ പോലെ അവർക്കും അവരുടേതായ ആശങ്കകളും കുട്ടികളിൽ നിന്ന് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. വാപ്പയുടെ ആഗ്രഹം, വാപ്പ ആംഡ് ഫോഴ്സസ് എയർഫോഴ്സിലായിരുന്നു. അപ്പോൾ ഒരു നല്ല കംഫർട്ടബിൾ ഗവൺമെൻറ് ജോബ് വിത്ത് പെൻഷൻ അതായിരുന്നു എന്നോട് പറഞ്ഞത്. ലൈക്ക് ഇറ്റ്സ് സേഫ് ഫോർ യു, അങ്ങനെ നോക്കിക്കൂടെ. അപ്പോൾ ഞാൻ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു ചെയ്തത്. അപ്പോൾ സിവിൽ സർവീസ് നോക്കിക്കൂടെ എന്നായിരുന്നു പുള്ളിയുടെ ഒരു സജഷൻ. അപ്പോൾ ഞാനിങ്ങനെ സിവിൽ സർവീസസിൻ്റെ കോച്ചിങ് ക്ലാസ്സസിനും പോകുമായിരുന്നു. കൂടെ തിയേറ്ററിൻ്റെ റിഹേഴ്സൽസും ഉണ്ട്, ക്ലാസ്സസ് ഉണ്ട്, അസൈൻമെൻറ്റ്സ് ഉണ്ട്. ഇറ്റ് വാസ് വെരി വെരി എക്സൈറ്റിങ്. ഇതെല്ലാം ഒരുമിച്ച് ചെയ്ത് ഇറ്റ് വാസ് ക്വൈറ്റ് എക്സൈറ്റിങ്. ഇത് ആദ്യം വീട്ടിൽ പറഞ്ഞപ്പോൾ ഓഫ് കോഴ്സ് നല്ല പൊട്ടിത്തെറി ഒക്കെ ഉണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം ഫാമിലി മാൻ ഇറങ്ങിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഓക്കെ ഷീ ഈസ് ക്വൈറ്റ് സീരിയസ് അബൌട്ട് ഇറ്റ് ആൻഡ് കൊച്ചിന് പണിയെടുക്കാൻ അറിയാം. അത് അവർക്ക് മനസ്സിലായി. പിന്നെ B32 വന്നപ്പോഴും ഇപ്പോൾ അവരുടെ വർക്കിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടേഴ്സാണ്. പിന്നെ ആട്ടം കണ്ടതോടെ നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്. അടുത്ത പൊട്ടിത്തെറി ഡാനിയലിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണോ? സർപ്രൈസിംഗ്ലി നോ. ദേ വർ വെരി ഹാപ്പി. ദേ സെഡ് ഓക്കെ നിന്റെ ലൈഫ് നീ ഇപ്പോൾ ചൂസ് ചെയ്ത പ്രൊഫഷൻ അതിനകത്ത് കുറേ ഇൻസ്റ്റബിലിറ്റി ഉണ്ട്, അപ്പോൾ ഇതെങ്കിലും കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള ആളാണ്. സോ ഡാനിയലിനെ നേരത്തെ അറിയായിരുന്നു? നിങ്ങളുടെ എങ്ങനെയാണ് റിലേഷൻഷിപ്പ് തുടങ്ങിയത്? ഹൗ ഡിഡ് ഇറ്റ്? ഇറ്റ്സ് എ വെരി ലോങ് ഡേറ്റിംഗ് പീരിയഡ്. നിങ്ങളുടെ 2016 മീറ്റ് ചെയ്തത്. എൻ്റെ ഒരു മോണോ ആക്ടിങ് പെർഫോമൻസ് ഉണ്ടായിരുന്നു കോളേജിൽ. അപ്പോൾ പുള്ളി അവിടെ അവൻ്റെ ഒരു ഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്യാനാണ് വന്നത്. അപ്പോൾ എന്നെ കണ്ടു. അപ്പോൾ വിചാരിച്ചു കൊള്ളാലോ, ക്യൂട്ടാണ്. പക്ഷെ അന്ന് സംസാരിച്ചില്ല. അങ്ങനെയാണ് അവിടെ ആദ്യമായിട്ട് മീറ്റ് ചെയ്തത്. പിന്നെ വന്ന് പെർഫോമൻസിന് ശേഷം എൻ്റെ അടുത്ത് ബാക്ക് സ്റ്റേജ് വന്ന് പറഞ്ഞു ഹേ ഗുഡ് പെർഫോമൻസ്. അപ്പോൾ ഞാൻ മൈൻഡ് ചെയ്തില്ല, താങ്ക്സ്. ഞാൻ ബാക്ക് സ്റ്റേജ് പെർഫോമൻസിന് ശേഷവും ലൈക്ക് ബിഫോർ എ പെർഫോമൻസ് ആൻഡ് ആഫ്റ്റർ എ പെർഫോമൻസ് ഞാൻ വേറൊരാളാണ്. എനിക്ക് കുറച്ച് സമയം വേണമല്ലോ ടു ഗെറ്റ് ഇൻ ടു ഇറ്റ് ആൻഡ് ടു ഗെറ്റ് ഔട്ട്. അപ്പോൾ ഒന്ന് ആരെങ്കിലും എന്നോട് സംസാരിച്ചാൽ കുറച്ച് റൂഡായിരിക്കും. പിന്നെ വേറൊരു ഹോസ്റ്റൽ ഇവന്റിന് വെച്ച് മീറ്റ് ചെയ്തു. പിന്നെ കുറെ മ്യൂച്വൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോയപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ടിരുന്ന് സംസാരിക്കുന്നത്. ആൻഡ് ഐ റിമെമ്പർ ഞാൻ ഒരിക്കലും ഡാനിയലിനെ കണ്ടു, ഒരു പ്രിവ്യൂവിൽ വെച്ച് കണ്ടു. ഓക്കെ, ഭയങ്കര കോമഡി സീനായിരുന്നു കേട്ടോ. സരീൻ തന്നെ പറയൂ എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. വനിതാ വിനീതനായിരുന്നു. മൈ ഗോഡ്, ഇത്രയും കെയോട്ടിക് ആയിട്ടുള്ള വേറെ ഒരു സ്ഥലമില്ല ഇൻഡസ്ട്രിയില്. അതെ, ഒരു മൂവിയുടെ പ്രിവ്യൂ നടക്കുമ്പോൾ അവിടെ ഇല്ലാത്ത ആൾക്കാരൊന്നും കാണില്ല. എവിടെ തിരിഞ്ഞാലും കുറെ മീഡിയ പേഴ്സൺസ് ഉണ്ടാവും, കുറെ പേര് ബൈറ്റ് ചോദിക്കുന്നു. പിന്നെ നമ്മുടെ ക്രൂ മെമ്പേഴ്സ് തന്നെ ഓരോന്നും അറേഞ്ച് ചെയ്യാൻ നോക്കുന്നു. ഇറ്റ്സ് വെരി കെയോട്ടിക്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡാനിയൽ നമ്മുടെ ഭാര്യയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഞാനിത് കാണുമായിരുന്നു ദൈവമേ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുഴപ്പമില്ല, ഞാൻ ഇത്രയും വർഷം ഞാൻ തന്നെ അല്ലേ ഹാൻഡിൽ ചെയ്തത്, കുഴപ്പമില്ല, എനിക്ക് ഇവിടെ ഹാൻഡിൽ ചെയ്യാൻ അറിയാം. ഡാഡിയിലോട് ബൈറ്റൊന്നും ചോദിച്ചില്ല ആരും? ചോദിച്ചിരുന്നു, പക്ഷേ ഹി റിപ്ലൈഡ് ഇൻ തമിഴ്. അപ്പൊ തന്നെ ഇവരെന്താ തമിഴാണെന്ന് തോന്നുന്നു, വേറെ ആളിലേക്ക് പോവാന്ന് പറഞ്ഞു.